കുരുന്നുകൾക്ക് ദാഹജല വിതരണ സൗകര്യമൊരുക്കി അയൂബ് മേലെടത്ത്. കരുവാരക്കുണ്ട് ദാർനജാത്ത് ഓർഫനേജ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ശുദ്ധജല വിതരണത്തിനുള്ള പദ്ധതി പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റ് ചെയർമാൻ കൂടിയായ അയൂബ് മേലെടത്ത് സമർപ്പിച്ചത്. 1400-ൽ പരം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ ഒരു ബ്ലോക്കിൽ ഗ്രാമപഞ്ചായത്ത് നൽകിയ ജലശുദ്ധീകരണ യന്ത്രം പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളുടെ വർധനവിനെ തുടർന്ന് മറ്റൊരു ബ്ലോക്കിൽ കൂടി UP സ്കൂളിന്റെ ഭാഗം പ്രവർത്തിക്കുന്നതിനാൽ ഇവിടേക്ക് ആവശ്യമായ ശുദ്ധജല വിതരണ യന്ത്രമാണ് അയൂബ് മേലെടത്ത് വിദ്യാലയത്തിനായി നൽകിയത്. 30,000-ൽ പരം രൂപ ചെലവഴിച്ചാണ് അയൂബ് മേലെടത്ത് വിദ്യാലയത്തിൽ ജലശുദ്ധീകരണ യന്ത്രം സ്ഥാപിച്ചിരിക്കുന്നത്. 500-ൽ പരം കുട്ടികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ശുദ്ധജല വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റ് ചെയർമാൻ അയൂബ് മേലെടത്ത് നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ T. മുഹമ്മദ്, PTA കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷാനവാസ് തുവൂർ, ഉമ്മച്ചൻ തെങ്ങുംമുട്ടിൽ, സ്കൂളിലെ അധ്യാപകനായ V. അൻവർ മാഷ്, സ്റ്റാഫ് സെക്രട്ടറി P. മുഹമ്മദ് ഖലീഫ എന്നിവർ പ്രസംഗിച്ചു. ശുദ്ധജല പദ്ധതി സന്തോഷപൂർവ്വമാണ് കുട്ടികൾ സ്വീകരിച്ചത്. തങ്ങൾക്ക് ശുദ്ധജല വിതരണ സൗകര്യമൊരുക്കിയതിന് അയൂബ് മേലെടത്തിന് കുരുന്നുകൾ സ്നേഹോപഹാരവും സമർപ്പിച്ചു. സ്കൂൾ ലീഡർമാരായ ഷയാൻ ഷാജി, ഷിഫ എന്നിവർ ചേർന്നാണ് കുട്ടികളുടെ ഉപഹാരം അയൂബിന് കൈമാറിയത്. കരുവാരക്കുണ്ട് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ജന്മദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ഓരോ കുട്ടികളും എന്റെ കുട്ടികളാണ്, എന്റെ പിറക്കാലം പോയ മക്കളാണ്, അല്ലെങ്കിൽ സഹോദരന്മാരുടെ മക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ കുട്ടികൾ വളർന്ന് പുതിയ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, നമ്മുടെ മുൻ രാഷ്ട്രപതി പറഞ്ഞതുപോലെ, ആകാശങ്ങൾ കീഴടക്കി ലോകം മുഴുവനും പാറി നടന്ന് ആകാശങ്ങൾക്കപ്പുറത്ത് ചന്ദ്രനും ചൊവ്വയും ബുധനുമെല്ലാം കീഴടക്കി പോകുന്ന ശാസ്ത്രലോകത്തേക്ക് വളർന്നു വരേണ്ട ഒരു വലിയ തലമുറയാണ് നിങ്ങൾ. നമ്മൾ ചെറിയ ചെറിയ ചിന്തകൾ കിട്ടുന്നുണ്ട്, വലിയ വലിയ ചിന്തകളിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് വളരേണ്ട മക്കളാണ് നിങ്ങൾ. അങ്ങനെ എത്ര നല്ല കെട്ടിമാനുസിയാർ അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഇത്രയും വലിയൊരു സ്കൂൾ ഓഡിറ്റോറിയം, ഈ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ഒരു വിദ്യാർത്ഥികൾക്ക് കിട്ടാത്ത വലിയ ഒരു അനുഭവമാണ്. ഇവിടെ പഠിക്കാൻ കിട്ടിയ നിങ്ങളുടെ ഈ ഭാഗ്യം തന്നെ മഹാഭാഗ്യമാണ്. അത് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഈ നാടിനു വേണ്ടി നിങ്ങൾ പഠിച്ച് വലിയ കലക്ടർമാരും ശാസ്ത്രജ്ഞരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും അധ്യാപകരും എല്ലാമായി മാറുന്ന സ്വപ്നം കാണുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ആ സ്വപ്നത്തിന് വേണ്ടി ഒരു ജാരിയായ സ്വതക്ക എന്നുള്ള നിലക്കാണ് എന്നെന്നും എനിക്ക് പ്രതിഫലം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് പൈസ ചെലവഴിച്ചിട്ടുള്ളത്. യാതൊന്നും തകരമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ പൈസയാണ്, അല്ലാതെ നമ്മൾ കട്ടതോ പിടിച്ചു പറിച്ചതോ ആരെയും തട്ടിപ്പ് നടത്തിയതൊന്നുമല്ല. നല്ല കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഉത്സവം തന്നിട്ടുള്ളത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഹക്കായ മുതല് കഴിച്ചു വളർന്ന മക്കളെ നല്ല മക്കളായി വളരുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധ്യം. അപ്പൊ നിങ്ങൾ നല്ല മക്കളായി വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ തന്നെ ആവണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേരുന്നു. അതിന്റെ പ്രയാസം അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഏതായാലും സ്കൂൾ ബാഗിന്റെ ഭാരം അല്പം ചുരുക്കാൻ നമുക്കൊരാശ്വാസമായി നമ്മുടെ അയ്യൂബ് സാറ് മഹത്തായ ഒരു സംഭാവന, 30,000 രൂപയോളം മുടക്കി വരുന്ന ഒരു സംഭാവന നമുക്ക് നൽകിയിരിക്കുകയാണ്. അതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ. ഇന്ന് നിങ്ങൾക്ക് സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. നമ്മുടെ പ്രിയപ്പെട്ട അയ്യൂബ് അക്ക നിങ്ങൾക്കായി ഒരു വാട്ടർ പ്യൂരിഫയർ ഇവിടെ അനുവദിച്ചു തന്ന അതിന്റെ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഞാൻ വാചാലനാകേണ്ട ആളാണ്. കാരണം അതിനു മാത്രം അദ്ദേഹത്തിന്റെ കുറഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായ വരുമാനത്തിന്റെ ഭാഗം അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്, ആതുര സേവനത്തിനും അതുപോലെ തന്നെ സാമൂഹ്യ നന്മയ്ക്കും വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു നന്മമരം എന്ന രീതിയിൽ പറയാനോ പ്രചരിപ്പിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു നന്മമരമല്ല. നന്മമരങ്ങൾ പലപ്പോഴും ചൂണ്ടുപലകയായി ഇങ്ങനെ നിൽക്കുകയേ ഉള്ളൂ. അങ്ങോട്ട് പൊയ്ക്കോളൂ എന്ന് പറയുന്ന സാധനമാണ് ചൂണ്ടുപലക, അല്ലാതെ ആ ചൂണ്ടുപലക ഒരിക്കലും അങ്ങോട്ട് പോകാറില്ല. അതുപോലെ പല നന്മമരങ്ങളും അവരുടേതായ അവരുടെ വിഹിതമോ ഒന്നുമല്ല ഉപയോഗിക്കുക, മറ്റുള്ളവരോട് പ്രചോദനം കൊടുക്കുകയാണ് ചെയ്യുക. ഇദ്ദേഹം അയ്യൂബ് സാറ് അങ്ങനെയല്ല. അദ്ദേഹം ഒരു നന്മ വനമാണ്. അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്നും
അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, ഹക്കായ വരുമാനത്തിൽ നിന്ന് അത് അദ്ദേഹം വിനിയോഗിക്കുകയാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി. കരുവാരക്കുണ്ടിൽ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം ചെയ്യുമെന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതെല്ലാം അദ്ദേഹത്തിന് സാധിക്കട്ടെ. അദ്ദേഹത്തിന് ദീർഘായുസ്സും ഈ മനോഭാവവും അദ്ദേഹത്തിന് എന്നും നിലനിൽക്കട്ടെ. മാത്രമല്ല, ഇതുപോലുള്ള കുറെ പേർ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരട്ടെ. ഇങ്ങനെയുള്ളതിൽ നിന്ന് എടുത്തു കൊടുക്കാനുള്ള സന്മനസ്സുള്ള ഒരുപാട് പേർ ഉണ്ടായി വന്നാൽ നമ്മുടെ നാട് സ്വർഗതുല്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അയ്വാക്ക പറഞ്ഞു, ശാസ്ത്രത്തിന്റെ വഴിയെ നമ്മൾ പോകണമെന്ന്. ശാസ്ത്രം ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് അപകടവും വരുത്തി വെക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയ തലങ്ങളിൽ നിന്ന് നമ്മെ മാറ്റിക്കൊണ്ടുപോകാൻ ശാസ്ത്രം പലപ്പോഴും ശ്രമിച്ചേക്കാം. അതുകൊണ്ട് ആത്മീയ തലത്തെ നാം സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് തന്നെ വേണം. കാരണം ഞാൻ ഈ കലാലയത്തിന്റെ മുറ്റത്തേക്ക് കടന്നു വരുമ്പോൾ ഓർക്കുന്നത് KT ഉസ്താദിനെയാണ്. എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്മരണകൾ ഇവിടെ അലയടിക്കുന്നുണ്ട്. അദ്ദേഹം സ്ഥാപിച്ച ഈ സ്ഥാപനം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന വിദ്യാലയമായി. ഇത് മാത്രമല്ല, നജാത്തിന്റെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് കേരളത്തിൽ നല്ല പേരും പെരുമയിലും നിൽക്കുകയാണ്. അതിന് ഓരോ നിമിഷവും മുതൽക്കൂട്ടാകുന്ന രീതിയിൽ നിങ്ങൾ വളർന്നു വരണമേ എന്ന് മാത്രം. നമുക്ക് ഇങ്ങനെ ഒരു അവസരം, നമുക്ക് ഇങ്ങനെ ഒരു സമ്മാനം നൽകിയത് ബഹുമാന്യനായ അയ്യൂബ് സാറാണ്. അദ്ദേഹത്തെ നിങ്ങളിൽ ഒരുപാട് പേർക്ക് പരിചയമുണ്ടായിരിക്കും. പലതരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്കൊക്കെ നൽകുന്നത്. ചിലർക്ക് സമ്പത്തുണ്ടാവും, ചിലർക്ക് മറ്റു തരത്തിലുള്ള സൗകര്യങ്ങളുണ്ടാവും. പക്ഷേ തന്റെ കൂടപ്പിറപ്പുകളുടെ, സഹജീവികളുടെ, തന്നെ പോലെയുള്ള ആളുകളുടെ ദുരിതവും ദുരന്തങ്ങളും അവരനുഭവിക്കുന്ന വിഷമങ്ങളും മനസ്സിലാക്കുകയും തന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അവരെ ആദ്യം വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ശരിയായ മനുഷ്യർ, കാരുണ്യമുള്ള മനുഷ്യർ. അവരെയാണ് ലോകം എന്നും ഓർമ്മിക്കപ്പെടുന്നത്. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള കാർഷിക ഉപകരണങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുന്ന അഗ്രി സൂപ്പർ മാർക്കറ്റ് കരുവാരക്കുണ്ട് സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിത്ത് മുതൽ വിളവെടുപ്പ് വരെ കർഷകർക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. തിരഞ്ഞെടുത്ത മോഡലുകൾ ലളിതമായ കാർഷിക വായ്പാ തവണ വ്യവസ്ഥയിൽ ലഭ്യമാണ്. അഗ്രി സൂപ്പർ മാർക്കറ്റ് സർവീസ് സഹകരണ ബാങ്ക് ബിൽഡിംഗ് കരുവാരക്കുണ്ട്, അങ്ങാടി.